ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചാണ്. അപ്പോഴാണ് ഒരു റീൽസ് കണ്ടത്. അപ്പം ഇന്ന് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു കല്യാണ വീഡിയോ അല്ല, കല്യാണത്തിൻ്റെ റീൽസ് കണ്ടുണ്ട്. കല്യാണമാണ് ആളുടെ. അപ്പോൾ എൻ്റെ അറിവിലാളുടെ മൂന്നാമത്തെ കല്യാണമാണ്. ഇനി നാലാമത്തെ ആണെന്ന് അറിയില്ല. മൂന്നാമത്തെ കല്യാണമാണെന്നാണ് എൻ്റെ ഒരു ഉറപ്പ്. അതങ്ങനെ തന്നെയാണ്, മൂന്നാമത്തെ കല്യാണം തന്നെയാണ്. ഇനിയിപ്പോൾ നാലാമത്തതാണോ എന്നാണ് സംശയം കേട്ടോ. അപ്പോൾ കല്യാണമാണ്. അതിൽ ഒരു കല്യാണത്തിൽ ഒരു കുട്ടി ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പെൺകുട്ടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചാൽ, എനിക്കപ്പോൾ പറയാൻ തോന്നിയത് എന്താണെന്ന് അറിയാം. ഒരു കല്യാണം കഴിച്ചിട്ട് തന്നെ അതെന്തെങ്കിലും നിലക്കത് മുന്നോട്ട് പോയില്ല, അടക്ക വെച്ച് നിന്ന് പോയി എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ മരണപ്പെട്ടതായാലും ഭർത്താവ് മരണപ്പെട്ടിട്ടായാലും ഇനിയിപ്പോൾ അടക്ക് വെച്ചിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോയി ഡിവോഴ്സ് ആവാന്നൊക്കെ പറയില്ല. അപ്പോൾ അതേപോലെ ഡിവോഴ്സ് ആയതായാലും രണ്ടാമതൊരു കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഒന്നോ പെട്ട് അത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആ ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ അവരെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞ് പിന്നെ നമ്മളാണ് അവിടെ കിടന്ന് മല്ലടിച്ച് യുദ്ധം വെട്ടി ജീവിക്കേണ്ടത് അല്ലേ. പെണ്ണുങ്ങളെ കാര്യമായിട്ട് പറയണത്, ഒരു പെണ്ണിൻ്റെ കല്യാണമാണ് കണ്ടത്, മല്ലടിച്ച് ജീവിക്കേണ്ടത്. അപ്പോൾ അതൊന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഒരു വർത്താനം എന്താണെന്നറിയോ, പിന്നെ മാറ്റാൻ കുടുംബം കിട്ടാൻ കുറച്ചൊക്കെ പാടുണ്ട്, കഷ്ടപ്പാടുണ്ട് എന്നിട്ടൊന്നും കുറച്ചൊക്കെ പാടുണ്ട്. ഓടിച്ചെന്നാലൊന്നും മാറ്റാൻ കുടുംബമൊക്കെ ചെല്ലുമ്പോഴത്തേനും കയ്യിൽ കിട്ടില്ല. പിന്നെ വേറൊരു പഴഞ്ചൊല്ല് പറയുന്നത് എന്താണ്, സ്വന്തം വീട്ടിൽ പട്ടുടുത്ത് നിൽക്കണത് ഭർത്താവിൻ്റെ വീട്ടിൽ കീറിയത് ഉടുത്തിട്ട് മുറിച്ചൊത്തി ഉടുത്തിട്ട് നിന്നാൽ മതി എന്ന്. അതായത് കീറിയതൊക്കെ ഉടുത്തിട്ട് നിന്നാൽ മതി, അതിനാണ് അന്തസ്സെന്ന്. വീട്ടിൽ പട്ടുടുത്ത് നിൽക്കണേറ്റി അന്തസ്സാണ് ഭർത്താവിൻ്റെ വീട്ടിൽ കീറിയതിട്ടിട്ട് ഉടുത്തിട്ടൊക്കെ നിൽക്കണത് എന്നാണ് ഇപ്പം ഉദ്ദേശിച്ചിട്ട് ആ പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളോട് നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അവർ നമ്മളെ പൊന്നുണ്ടാക്കി പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് നമ്മളതിനെ കെട്ടിച്ചയച്ച നമ്മളെ മാതാപിതാക്കൾ വേറെ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മൾ നേരം അങ്ങോട്ട് തകിടം മറിഞ്ഞ് ഞാൻ മോള് വേറെ ഉമ്മം പപ്പം വേറെ എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ പിന്നെ അതിൽ കിടന്ന് മല്ലടിച്ച് ജീവിച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാലോ, അങ്ങനെ ഭർത്താവ് മരിക്കുക, അതല്ലെങ്കിൽ ഡിവോഴ്സ് ആവുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ആ അനുഭവിച്ചതൊക്കെ വീണ്ടും അനുഭവിക്കണ്ടേ എന്നുള്ള ഒരു പേടിയാണ്, ഭയമാണ് ഉണ്ടാവും അല്ലേ. പിന്നെ ഡിവോഴ്സ് കേസാണുള്ളവർക്ക് തീരെ കല്യാണം കഴിക്കണം എന്നുണ്ടാവില്ല. പിന്നെ അത്രയും ചെറുപ്പം ആയിരിക്കണം, പിന്നെ നമ്മൾക്ക് അത്രയും ഉത്തരവാദിത്തമുള്ള കുടുംബാംഗങ്ങളായിരിക്കണം. നമ്മുടെ മാതാപിതാക്കളായാലും അതിൻ്റെ കൂടെ ഉള്ള മറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത്ര ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ അവർ നമ്മൾ ചിലപ്പോൾ നിൽക്കാൻ സമ്മതിക്കില്ല. ചെറുപ്പത്തിലൊക്കെ നല്ല ചെറിയ പ്രായത്തിലൊക്കെ പിന്നെ കുട്ടികളൊന്നും ഇല്ലാതെ ഡിവോഴ്സായി നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർ ചിലപ്പോൾ രണ്ടാമത്തും കെട്ടിക്കും. അപ്പോഴും നിന്നെടുക്കേണ്ട അവസ്ഥ വരികയാണ്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് എന്ന് പറയാൻ ഒന്നെന്നെ വേണ്ടാന്നുള്ള മാതാപിതാക്കളുടെ തന്നെ മക്കൾ ആദ്യം പറയണത് കല്യാണമേ വേണ്ടാന്നാണ്. പെൺകുട്ടികൾ പറഞ്ഞ് പതിവാ കല്യാണം കഴിച്ച് കൊടുത്ത് എന്തെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചു പോരേണ്ട അവസ്ഥ വന്നാൽ പിന്നെ അവർ പറയണത് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. എന്തെങ്കിലും ജോലിക്ക് പോവുക, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിന് പഠിക്കാൻ പോവുക, ജോലി സമ്പാദിക്കുക, ആ ജോലി എടുത്ത് ജീവിക്കുക, അതാണ് തീരുമാനം. അങ്ങനെയുള്ള ഈ കാലത്ത് മൂന്നാം ഘട്ടം നാലാം ഘട്ടമൊക്കെ കെട്ടുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ് ഈ പെണ്ണുങ്ങൾ. എന്നിട്ടോ 10 പൈസക്ക് ഗതിയുള്ള പെണ്ണുങ്ങളാവും. കാരണം അവരെന്നെ അധ്വാനിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത് കല്യാണം. അല്ലാണ്ട് ഇപ്പം അത് മാതാപിതാക്കളുടെ തലയിലേക്കും ആങ്ങളമാരുടെ തലയിലേക്കൊന്നും അത് വരുന്നില്ല.
പക്ഷേ എന്നാലും ഇത് ഒരിക്കൽ കെട്ടി അതും ശരിയായില്ല, രണ്ടാമത് കെട്ടി അതും ശരിയായില്ല, എന്നിട്ട് പിന്നെ എങ്ങനെ മൂന്നാമത് കെട്ടാനുള്ള ഒരു മനസ്സ് ഒരു ചിന്ത വരുന്നത് എങ്ങനെ, എത്ര പണം ഉണ്ടായാലും ആ ഒരു ചിന്ത വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഇനിയിപ്പോൾ ഇതും കല്യാണം കഴിച്ചാൽ കുറച്ച് നാളത്തേക്ക് തന്നെ ഉണ്ടാവുള്ളൂ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കേൾക്കാം അത് എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് അത് രണ്ടും രണ്ടായി എന്ന് കേൾക്കാം. പക്ഷെ എനിക്ക് പിന്നെ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് മാത്രം തോന്നണ ആണോ അതല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ തോന്നാറുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നാലും ഞാൻ പറയുകയാണ്, എനിക്ക് മാത്രം തോന്നിയൊരു കാര്യം ഞാൻ പറയാണ്. ഏതൊരു ബന്ധം പോലെ അല്ല അല്ലേ ഒരു കല്യാണം കഴിച്ചിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഏതൊരു ബന്ധം പോലല്ല. അതായത് ഉമ്മയും അപ്പയുള്ള ബന്ധമല്ല, ആങ്ങളമാരായിട്ടുള്ള ബന്ധമല്ല, അല്ലെങ്കിൽ മറ്റുള്ള റിലേറ്റീവ്സായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ബന്ധമോ അതൊന്നും അല്ലല്ലോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. അത് അതൊരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, എനിക്ക് എൻ്റെ മാത്രം തോന്നലാണോ എന്ന് അറിയില്ല, എന്നാലും പക്ഷെ എനിക്ക് അങ്ങനെ ഇടക്കിടക്കൊക്കെ അല്ല എല്ലാവരും രണ്ടാമതൊരു കല്യാണം കഴിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് ഇതിനൊക്കെ പിന്നെ ഒരാൾ ഒഴിവാക്കി വേറൊരാൾ കെട്ടുന്ന ആ ഒരു അവസ്ഥ. പിന്നെ അതേപോലെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് പീഡിപ്പിച്ചു, എന്നിട്ട് അങ്ങനെ കേസും കൊട്ടൊക്കെ ആയിട്ട് പിന്നീട് എപ്പോഴോ കേൾക്കും അവർ വേറൊരു കല്യാണം കഴിച്ചെന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തിലൊക്കെ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയാൻ പോണത്. പിന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മറ്റുള്ളവരായിട്ടുള്ള ബന്ധം പോലെ അല്ല, സുഹൃത്ത് ബന്ധം, മാതാപിതാക്കളായിട്ടുള്ള ബന്ധം, ആങ്ങളമാരായിട്ടുള്ള ബന്ധം, അനിയത്തിമാർ അങ്ങനെയുള്ള ആ ബന്ധമല്ല അല്ലെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. അത് അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ. എനിക്ക് എൻ്റെ പൊട്ടത്തരം കൊണ്ട് തന്നതാണാവോ എന്നറിയില്ല, എന്നാലും പറയാണ്. ഇപ്പോൾ ഇവിടെ പറയാൻ ഇപ്പം പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ പറയേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ള ബന്ധങ്ങളെപ്പോലെ അല്ലല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറയുക സെക്ഷലി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ അല്ലേ, പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ. അപ്പോൾ അവർ തമ്മിൽ കുറച്ച് നാൾ ജീവിച്ചിട്ട് പിന്നീട് കുറച്ച് നാൾ ജീവിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ കുട്ടികളൊക്കെ ആയിണ്ടാവും, ചിലപ്പോൾ ആയിണ്ടാവില്ല, അതൊക്കെ പിരിഞ്ഞ് വേർവിട്ട് പോകുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു പെണ്ണിൻ്റെ ശരീരശുദ്ധിയല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചോളം അവളുടെ ആ ഒരു ശരീരത്തിൻ്റെ ശുദ്ധി അതവിടെ നഷ്ടപ്പെട്ടു പോകണം, ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലേ നമുക്ക്. പിന്നെ ചിലപ്പോൾ നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടാം, നമ്മൾ കൊടുത്ത സ്വർണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ സമയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടാം, നമ്മുടെ മക്കളുണ്ടെങ്കിൽ അവർക്ക് ചിലവ് കിട്ടാം, അതൊക്കെ കിട്ടാം. പക്ഷെ നമ്മളൊരു ശരീരത്തിൻ്റെ ആ ഒരു ശുദ്ധി ഉണ്ടല്ലോ അത് നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലേ. അപ്പോൾ അതാണ് ഞാൻ ചിന്തിക്കാറ് എപ്പോഴും. എന്നിട്ട് പിന്നെ നമ്മൾ വേറെ ഒരാളുമായിട്ട് കല്യാണം കഴിച്ചിട്ട് എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ആ ആളുമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? എന്നിട്ട് ഇപ്പോൾ ആ ആളും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നഷ്ടപ്പെടുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ശുദ്ധി തന്നെ നമുക്ക് നഷ്ടപ്പെടണല്ലേ. അപ്പം അങ്ങനെ നമുക്ക് സ്നേഹമില്ലാത്ത ഒരാളുടെ കൂടെ അങ്ങനെയുള്ള ജീവിതം നയിച്ചു എന്ന് കേൾക്കും, നമുക്കത് ഓർക്കുമ്പോൾ തന്നെ ഒരു ഡിപ്രഷൻ വരും. ഞാൻ എൻ്റെ ചേട്ടാ പറഞ്ഞു, നമ്മളോട് സ്നേഹം അഭിനയിച്ചിട്ട് നമ്മളുടെ പിന്നെ ശരീരം ഉപയോഗിച്ച് ഉപയോഗിച്ച് നമ്മളോട് സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക്, പിന്നീട് മനസ്സിലാവണം നമ്മളിന് ആ ഒരു ഉപയോഗ വസ്തുവായിട്ട് മാത്രമാണ് ആളെ കണ്ടിരുന്നത്. ലോങ് ലൈഫ് ഉദ്ദേശിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു പ്രത്യേക പരിഗണനയോ സ്നേഹമോ അല്ലെങ്കിൽ ഒന്നും നമ്മൾക്ക് തന്നിരുന്നില്ല, അതൊന്നും ആളുടെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അറിയുമ്പോഴുള്ള ആ ഒരു ഡിപ്രഷൻ ഉണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ എന്താ പറയുക ശരീരം ഉപയോഗിച്ച് നമ്മളതിന് എന്താ പറയുക വഴങ്ങി കൊടുക്കേണ്ടി വന്ന് എന്നൊക്കെയുള്ള അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ തോന്നാറുണ്ട്. അതിപ്പോഴുണ്ട്, അതിൻ്റെ ഒരു എന്താ പറയുക എനിക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ ഈ 3, 4 കല്യാണം കഴിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലേ, അപ്പം അതൊക്കെ എങ്ങനെയാണ് പിന്നെ
മാനസികമായിട്ട് അത് എങ്ങനെ അല്ലെങ്കിൽ മെൻ്റലി എങ്ങനെയാണ് അത് ഡീൽ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവാറില്ല. പക്ഷെ അവരൊക്കെ ഇന്നലെ കഴിഞ്ഞോ അത് ഇന്നലെ കഴിഞ്ഞു, ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കണ്ട എന്നുള്ള അത് ഒരാളാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നാറ് കേട്ടോ. പക്ഷെ ചിന്തിക്കുന്നവർക്ക് അപ്പോൾ അതാണ് കേട്ടോ, ചിന്തിക്കുന്നവർക്ക് എന്തായാലും രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ തോന്നില്ല. കാരണം അത് തന്നെയാണ്. പിന്നീടും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കാൻ പോണത്, ഇനിയുള്ളതും എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഒരു ഭയം ഉണ്ടായിട്ട് ആരും രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറാവാത്തത് അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പലരും കല്യാണം വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നവരും പറയുന്നവരും, തീരമേ കല്യാണം വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നവരുണ്ട്. രണ്ടാമതൊരു കല്യാണം വേണ്ട ഒന്നുകൊണ്ട് തന്നെ പെട്ട് ഇനിയിപ്പോൾ സ്വാതന്ത്ര്യമായി അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും അതുകൊണ്ട് തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഒരു ഹോബി, കയ്യിൽ കുറച്ച് കാശൊക്കെ ഉണ്ടായി, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഹോബി ഇതൊരു കല്യാണം കഴിക്കുക, അത് അതിപ്പോൾ പിന്നെ നമ്മുടെ മാതാപിതാക്കൾ ചെയ്തതാണ്. ആദ്യത്തെ ഒരു കല്യാണം മാതാപിതാക്കൾ ചെയ്തു തന്നെയാണ്. പിന്നെ രണ്ടാമത്തത് മൂന്നാമത്തെ നാലാമത്തൊക്കെ കിട്ടുന്നത് അവരവർ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം 2 ദിവസം അങ്ങോട്ട് കാട്ടിക്കൂട്ടാം എന്നുള്ള ഒരു ഇതുകൊണ്ട് ചെയ്യുന്ന കല്യാണങ്ങളുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ അങ്ങനെ ഒരു പിന്നെ ചിന്തിക്കാത്ത ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അല്ല എത്ര കല്യാണം വേണമെങ്കിൽ കഴിക്കാം, 4 ദിവസത്തേക്കല്ല വേണ്ടുള്ളൂ. അതല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഒരു ലോങ് ലൈഫൊന്നും ആഗ്രഹിച്ചിട്ടാവില്ല. ഒരു 4 ദിവസം ഒരു ഇതൊക്കെ എന്താ പറയുക, ഒരു സോഷ്യൽ ആൾക്കാരുടെ ഇടയിൽ ഒരു സംസാര വിഷയം, ആളിന് 3ാമത് കെട്ടി അല്ലെങ്കിൽ ആൾ 4ാമത് കെട്ടി എന്ന് പറയാം. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു 4ാമത്, അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞൊതുങ്ങി വരുമ്പോഴത്തേനും അവർ 4ാമത് 5ാമതൊക്കെ കിട്ടും. അപ്പോൾ അത് പറയാം. അപ്പോൾ ഈ പറച്ചിലുകൊണ്ട് ചിലപ്പോൾ അവർക്ക് ഗുണമുണ്ടാവും. കാരണം സോഷ്യൽ മീഡിയ അല്ലേ, അതല്ലെങ്കിൽ സോഷ്യൽ പ്ലാറ്റ്ഫോം ഓരോ കാര്യങ്ങളല്ല. അപ്പോൾ അവർക്ക് അതും തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട്. അടുത്ത കല്യാണം കഴിക്കാനുള്ള പൈസ ഈ കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ടാകുമ്പോൾ 3-4 കിട്ടുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് ഈ എന്താ പറയുക, ഞാൻ ചിന്തിക്കണ പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 3-4 ഒന്നും വേണ്ട, ഒരെണ്ണം കെട്ടി തന്നെ ആ ഒരു തലവിധി കൊണ്ട് അങ്ങോട്ട് പോയി ഇനി അത് വേണ്ട, അതിൻ്റെ അപ്പം ആ കഞ്ഞി വേണ്ട, കഞ്ഞിക്കാലം വേണ്ടെന്ന് വിചാരിക്കും ആൾക്കാർ. അങ്ങനെ വിചാരിക്കൂലേ, അങ്ങനെ വിചാരിച്ചിട്ട് കല്യാണമേ വേണ്ടെന്ന്. അപ്പോൾ അതാണ്. അപ്പം ഇന്ന് രാവിലെ ഒരു റീല് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് കേട്ടോ. ഞാനിങ്ങനെ പറയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ്. അതായത് ഇതന്നെ പിന്നെ എന്താ പറയുക, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ എനിക്ക് മാത്രം തോന്നുന്ന കാര്യം ആയിരിക്കും ചിലപ്പോൾ, അങ്ങനെ എല്ലാവർക്കും തോന്നുന്നുണ്ടാവില്ലായിരിക്കും. ഒരു ഡിപ്രഷൻ വരിക, മെൻ്റലി ഒരു ഡിപ്രഷൻ, മാനസികമായിട്ടുള്ള ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാണില്ല. അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. അതിന് ഞാൻ പറയുന്നത്, ഞാൻ പലരും 2-3 കല്യാണം കഴിക്കുന്നവരെ കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതെങ്ങനെ പറ്റണമെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണ്ടേ, മാനസികമായിട്ടുള്ള അക്സെപ്റ്റ് ചെയ്യണ്ടേ. അത് പറ്റുന്നുണ്ടോയെന്ന്, അവർക്കൊക്കെ പറ്റുന്നുണ്ടോയെന്ന് ചിന്തിക്കാറുണ്ടെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.